മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് വീണ്ടും ഗാനം. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ഗാനം തയ്യാറാക്കിയത്. നാളെ നടക്കുന്ന കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ഗാനം. ഇന്നലെ ഇതേ പരിപാടിയുടെ കൂറ്റൻ ഫ്ലെക്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചിരുന്നു. ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടിക്കരത്തിലേന്തി കേരളം നയിക്കയാ. ടി വി പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ. ടി വി പ്രസാദ്, ആദ്യമായിട്ടല്ല സ്തുതി വാചകങ്ങൾ മാറുന്നു. ഈ ഗാനം മുഖ്യമന്ത്രി കേട്ടോ? അക്കാര്യത്തിൽ വ്യക്തതയില്ല സുജയ. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ ഇതേ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് കാരണഭൂതൻ എന്ന പദം പിറവി കൊണ്ടത്. അതിൽ വലിയ തോതിലുള്ള ചർച്ചയാവുകയും ചെയ്തു. പക്ഷേ അക്കാര്യത്തിലൊന്നും സംഘടനാപരമായ ഒരു നടപടിയൊന്നും ഉണ്ടായില്ല. നേരത്തെ പി ജയരാജനെതിരെ എടുത്ത നടപടിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ പിണറായി വിജയനെ പുകഴ്ത്തിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ളത് കൊണ്ടാണോ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ, അതായത് സെക്രട്ടേറിയറ്റിലെ ഭരണാനുകൂല സംഘടന, നാളെ നടക്കുന്ന കെട്ടിട നിർമ്മാണത്തിലും പിണറായി വിജയനെ പാടിപ്പുറത്താനുള്ള തീരുമാനം ഉള്ളത് എന്നതാണ്. ഒരുപാട് വരികളുണ്ട് സുജയ. ചില വരികളിലേക്ക് പോയാൽ ചെങ്കനൽ കണക്കൊരാൾ എന്നാണ് ഉപമിച്ചിരിക്കുന്നത്. അതുപോലെ തൊഴിലാളികൾക്ക് തോഴൻ, പിണറായി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, സമരധീര സാരഥി, കാക്കിയിട്ട കോമരങ്ങളെ മറികടന്നു, ശക്തമായ മർദ്ദനമേറ്റ സാരഥി, അടിയന്തരാവസ്ഥയെ പൊളിച്ചു. ആ രീതിയിലുള്ള വാക്കുകളാണ് പ്രധാനമായും പിണറായി വിജയനെ പാടിപ്പോഴുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നാളെ 16-ാം തീയതിയാണ് കെട്ടിട ഉദ്ഘാടന ചടങ്ങ്. ഇതിനു വേണ്ടിയാണ് സുജയ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ ഇതേ സമയത്ത് റിപ്പോർട്ട് ചെയ്ത കൂറ്റൻ ഫ്ലക്സും വെച്ചത്. അതിലും മുഖ്യമന്ത്രിയുടെ വലിയ കട്ടൌട്ട് ഉണ്ട് എന്നുള്ളതാണ്. സംഘടനയിൽ നിന്ന് അടുത്തിടെ സംഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹി റിട്ടയർ ആവാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പാടിപ്പുകഴ്ത്തൽ എന്നുള്ളതാണ് മറ്റ് സംഘടനാ ഭാരവാഹികൾ തന്നെ പറയുന്നത് സുജയ. ടി വി പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.